ഇതാ മതിലിന്റെ ഇപ്പുറത്തേലും വന്നിട്ട് ഹായ് ഹായ് ബ്രോ ഹായ്. ഇതാ ഇത് ഇല്ല ഇല്ല ഒന്നും ആവില്ല. ഇതാ ഓടുന്നു. ഇതാ വലിയൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് മസറ ഫാമിലാണ്. അബുദാബിയിലെ മസറ ഫാമിൽ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും വരുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഫാമിലി ഉണ്ട് ഉണ്ടല്ലേ, മക്കളുണ്ട്, വൈഫുണ്ട്. ഇവർ അബുദാബിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ മസറ ഫാമിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറിയ പാടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ആനിമൽ ഫീഡ് ചെയ്യാം. അത് നമുക്ക് അവിടെ ഒരു 5 ദിർഹംസ് പേ ചെയ്താൽ ഇങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ടിക്കറ്റിന് 25 ദിർഹംസ് ആട്ടോ അവർ ചാർജ് ചെയ്തത്. സൂര്യകാന്തി നമ്മളെ സൺഫ്ലവറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഫുള്ള് നോക്കിയേ സൺഫ്ലവർ, ഫുള്ള് വെജിറ്റബിൾ പന്തലുകളൊക്കെയാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെയൊക്കെ പന്തലുകളാണ്. ഇത് കാർട്ടുണ്ട് ഇവിടെ. അത്തിപ്പഴം കണ്ടേ, അത്തിപ്പഴല്ലേ ഫിഗ്, അതിൻ്റെ പച്ച ഇതാ. കഴുത ഇതാ, 2 അടിപൊളി കഴുതകളുണ്ട് ഇവിടെ അല്ലേ. കുതിര ഇതാ, കൊടുത്തോ ഇതാ. ഇയാ കൊടുത്തേ, അതാ ഇയാ കൊടുക്കുന്നില്ല. എന്നാ അതിന് കൊടുത്തോ, അത് പാവാന്നതാ, അതിന് കൊടുത്തു കൊടുക്ക്. ഇത് ആട്, ആട് കൊടുക്ക്, പേടിക്കണ്ട. ഇല്ലാന്ന് കൊടുത്തോ, അതാ ഞാൻ കൊടുക്കുന്നു. അതൊന്നും നോക്കൂല, കൊടുത്തോ. ഇതാ മതിലിന്റെ ഇപ്പുറത്തേലും വന്നിട്ട് ഹായ് ഹായ് ബ്രോ ഹായ് 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 ഹായ്. കൊടുക്ക് കൊടുക്ക്. ഇതാ കൊറേ ആള് തല നീട്ടുന്ന, കൊടുത്തേ കൊടുക്ക്. ആ വെരി ഗുഡ്. ക്യാരറ്റ് ഇതൊന്നും സാധനം എന്തോ ഒരു കിഴങ്ങാണത്, അതിന്റെ പേരൊന്നും അറിയില്ല. ആദ്യല്ലേ എന്റെ കൊമ്പ് നോക്കറാ എന്റെ മോനെ. ഇപ്പറുണ്ട് കോഴിനെ നോക്കിയ നാടൻ കോഴി. ഇതാ മറ്റേ ടർക്കിക്കോയി. ടർക്കിക്കോയി ഇത് സൗണ്ട് ആക്കുന്നുണ്ടോ? അപ്പുറം ഒട്ടകം, ഫീഡ് ചെയ്യുന്നവര്. ഇവിടെ വേറെ ടൈപ്പ് ആട്. കൊമ്പൊക്കെ അതിന്റെ നോക്കി, അതിന്റെ മുടിയല്ലോ. ചെവിയല് നോക്കി എന്താ മോനെ, കൊമ്പ് വേണ്ട. കുതിര വണ്ടി പോകുന്ന കുതിര വണ്ടി. കൊടുക്ക്. എന്താ ഈ ബാസ്ക്കറ്റ് മൊത്തം അതിന് തന്നെ കൊടുത്ത് തീർക്കിയെന്ന്. വാ, പശുവെല്ലാം ഉണ്ട് അപ്പുറം. ചിരങ്ങ, ചിരങ്ങ, മത്തൻ, അതൊക്കെ കൃഷി ചെയ്യുന്ന ഏരിയ കേട്ടോ. ക്യാപ്സിക്കം ഇതാ ഇവിടെ, ക്യാപ്സിക്കം ഇഷ്ടംപോലെ പോയിതാ. അവിടെ വേറെ പശുക്കളെല്ലാം ഉണ്ട് കേട്ടോ. അയ്യോ പോയി. മാനിതാ മാന്, മാന് മാന് പുല്ലോർക്കട്ട് ഇതാ.
തൊട്ട അതൊന്നും ആക്കൂല. ആ കൊടുത്തു. അതകത്ത് തിന്നോന്ന് അറിയില്ല. തിന്നോ? ഇതാ പോണി, ഇതാ ചെറിയ അടിപൊളിയാട്ടാ. ചുറ്റും ഇങ്ങനെ ചെറിയ കുളം പോലെ ആക്കിയിട്ട് നടുക്ക് കൃഷി. സൂപ്പർ. ഇതാ വ്യൂ. മീനെല്ലാം ഉണ്ട് കേട്ടോ അതില്. അതാ 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 മീനതാ. ഇത് നല്ല അടിപൊളിയാക്കിന് ബോഗൺ ബില്ലാക്കിയിട്ട്. അത് തിന്നുന്നില്ല, അത് അതിന് വേണ്ട. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും സാധനം, അത് വേണ്ടവാ. ഇതാ ഏത് അതിന് കൊടുക്കണമെങ്കിൽ വാ 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 ഒക്കെ അടിക്കുന്നത് അതിന്. താരാവ് താരാവ്. ഇതുണ്ടല്ലേ ഈത്തപ്പഴം. ഈത്തപ്പഴം കെട്ടി വെച്ചിട്ടുണ്ടോ? ഈത്തപ്പഴം ഇങ്ങനെ പൂക്കുന്ന സമയമാണ്. മാൻപേടെ ഇതാ. ഇത് ഏത് മാന്? മറ്റേ കൊമ്പെല്ലാം നോക്കറാ. ഇതപ്പോ ലെയ്യ ഇതാ കുതിരയുടെ മേലെ കയറിയിട്ടുണ്ട്. ഈ ആദ്യമായിട്ട് കയറുന്നല്ലേ കുതിര മേലെ? ഇല്ല ഇല്ല, ഒന്നും ആവില്ല. നീ അങ്ങനെ ആദ്യമായിട്ട് കുതിര മേലെ കയറി അല്ലേ? അടിപൊളി എക്സ്പീരിയൻസാ. ഞാനന്ന് നാട്ടിൽ നിന്നൊക്കെ കയറിയതാണ്, നമ്മളെ കൗവായിന്ന് അല്ല കുടുംബന്തലേന്നായിട്ട്. യെസ്, മോനെ കുതിരമ്മ കയറാൻ പഠിച്ച്. കുതിര വണ്ടിയുണ്ട് കേട്ടോ ഇവിടെ. കുതിര വണ്ടി കയറാൻ വേണ്ടി 40 ദിർഹംസ് കേട്ടോ. ഞാനിതാ കുതിര ഫാസ്റ്റ് പോണെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഇതാ ഓടുന്നു. അവരോട് പറഞ്ഞ് ഫാസ്റ്റ് പോണമെന്ന്, കുറച്ച് സ്പീഡാക്കിയിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫാമിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ. പിന്നെ ഓരോ ഇരിപ്പിടങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചാക്കൊക്കെ കെട്ടി വെച്ചിട്ട്. ഇത് അതേപോലെ വീഡിയോ ഉണ്ട്, ഇതാ കണ്ടോ. ആ മീനെല്ലാം പിടിക്കാം കേട്ടോ. ഇതാ മീൻ പിടിക്കേണ്ട സൗകര്യമൊക്കെ ഇവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂണ്ടിയും കണ്ണിയിലും ഇതിലൊന്നും ഉണ്ടാവട്ടെ, ഇരയുണ്ടോ നോക്കട്ടെ ഒരു സെക്കൻഡ്. ആ അത് നിലത്തര. ഇത് മറ്റേ മീനിന് കൊടുക്കുന്ന തീറ്റാന്ന് തോന്നട്ടാ. വെറുതെ ഇട്ടോക്കെ വെള്ളത്തിൽ നോക്കി നോക്കിട്ട്. ഇട് താത്തോടി മെല്ലെ വലിച്ചാൽ മതി, മേലിലേക്ക് അങ്ങനെ പോകും. കുറച്ച് താത്തോട്ട് വാ, കമോൺ. അയ്യോ അടിപൊളി സ്ഥലം അല്ലേ? അതുണ്ടാ? ആ ഇതായാലും ഇവിടെ സ്ഥലമുണ്ട് ഫിഷിങ്ങിന്. ഞാൻ പറഞ്ഞുതരാം വാ. ഇതിൻ്റെ ഇടക്കേ ഇട്ടോട്ടാ. ആ ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ പിള്ളേർക്ക്. ഇങ്ങനെ ഒരു അടിപൊളി ഒരു പോലെ ആക്കിയിട്ട് ഫുള്ള് ഫ്ലവറും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് മീനുണ്ട് കേട്ടോ ഇതിൽ. ഇതുണ്ട, ഇത് മുന്തിരി വള്ളിയാട്ടാ. മുന്തിരി വള്ളി ഉണ്ടാ? ഫുള്ള് മുന്തിരി വള്ളിയാണ്. അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ട്, ചെറിയ ചെറിയ തക്കാളി, ക്യാരറ്റാന്ന് തോന്നുന്നു ആ താഴെയുള്ളത്. പിന്നെ കുറേ സലാഡിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെയാണ്. കരിമ്പ് വേണമെങ്കിൽ അവർ തരും. ഷുഗർ കെയിൻ. ഇപ്പോൾ നമ്മളെ വേമ, അതായത് നെൽത്തര വേണമെങ്കിൽ ഇതിൽ കിളച്ചിട്ട് എടുക്കാം. ഫുള്ള് മണ്ണായത്, മണ്ണും ഇങ്ങനെ കമ്പോസ്റ്റ് പോലെ ആക്കിയൊരു സംഭവം. ഇതിൽ നെൽത്തര ഉണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് കിളച്ചിട്ട് എടുക്കലാണ്. ഫിഷിൻ്റെ ഇതെടുക്കട്ടെ കുറച്ച്.
കുറച്ച് മതി, വാ. ആ ആ ചെറിയ കുഞ്ഞിക്ക് അവർക്ക് ചെറിയൊരു മീനിനെ കിട്ടി. അടുക്ക് ഇത് പിടിച്ചേ ഗൈസ്. അപ്പൊ ഫിഷിനെ കിട്ടി കേട്ടാ. സെക്കൻഡ് മീനെ കിട്ടി കേട്ടാ ഫ്രണ്ട്സ്. അപ്പൊ ഇതാ വലിയൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. അതിന് രണ്ടിനും ഒരു കൊട്ടയിലാക്കിട്ട് എടുത്തന്നാ. ഞാൻ അവരോട് ചോദിച്ചാൽ എടുത്തോട്ട് വന്നു. അപ്പോൾ അവര് പറഞ്ഞ് ഒരു മീനാണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അതല്ല ഞാൻ മീനും പിടിച്ചിട്ട് വരുന്നത്. പിന്നെ പടക്കൂല മീന് മറ്റേ റാഡിഷ് അല്ലാന്നത്. ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് അതാ ഉണ്ടാ. ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ മറ്റേ അത്തിപ്പഴത്തിൻ്റെ മരങ്ങളുണ്ട് ഫുള്ള്. വഴുതനങ്ങ ഏതാ, കാബേജ് കണ്ടില്ല നീ? കാബേജ് ആക്കിയിട്ടില്ല. ഇവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടിട്ടില്ല. പുതിയതായിട്ട് തുടങ്ങിയത് ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ടാ. ഫാർമേഴ്സ് മാർക്കറ്റ് ഇവിടെ എന്തൊക്കെയുണ്ട് സംഭവം. കടലല്ലേ, കടല. ഇതിതാ, ഇതിന് എത്രയാന്ന് ചോദിച്ചു നോക്കാം. വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ. ഉള്ള ഓരോ കാർട്ടിലായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മറ്റേ സിട്രസ്, സൺഡ്രൈഡ് ഓറഞ്ച്. ആ ഓറഞ്ച് ഉണക്കിയത്, സിന്നമൺ, ഓരോ ഐറ്റംസ് കേട്ടാ. ഇത് രമേശ് എത്ര കിട്ടുക? ഓക്കെ ഓക്കെ. എവിടെ 5 ദിർഹംസ് കേട്ടോ. ഇതല്ല പാരറ്റ്. തത്തയുണ്ട് കേട്ടോ ഇവിടെ ഒരു കൂട്ട്. റാബിറ്റ് അതാ അങ്ങാടെ, അതങ്ങാടെ റാബിറ്റ് മൂലക്ക് ഇരിക്കുന്നു. ഇവിടെ ആമയുണ്ട്. ഇത് ആമ, എല്ലാ ആമനൊക്കെ ഉണ്ട്. ഞാൻ വാ ഫ്രണ്ട്സ്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞ പോലെ തിരിച്ചു പോകുമ്പം 2 പോപ്കോണും അതുപോലെ തന്നെ 2 ജ്യൂസും തന്നിട്ടുണ്ട്. ഫ്രീ ആണ്. എന്നാ ഇല്ല തിന്നു. ഇത് ഇവരെ ഫാം ഷോപ്പ്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. മേലെല്ലാം എന്തൊക്കെയോ ഡ്രൈഡായിട്ടുള്ള തൂക്കിയിട്ടുണ്ടോ. ചോളം, അത് ഇതൊക്കെ ഉള്ളി, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഫുൾ ഓർഗാനിക് ഐറ്റംസാണ്. കൈപ്പക്ക, ഉള്ളി. ഉള്ളിലും വലിപ്പം നോക്കി അമ്മോ. ഇതിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാം, പർച്ചേസ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മ മീനെല്ലാം പിടിച്ച് തിരിച്ച് പോയെന്ന്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു വലിയ മീൻ കിട്ടി കേട്ടോ. അവരോട് ചോദിച്ച്, അവർ പറഞ്ഞ് ഒരു മീനാണെന്ന് ചോദിച്ചു. എനിക്ക് ഒന്ന് കുറേ മീനൊക്കെ പിടിച്ച് അവർ കൊണ്ടുവരാൻ വിടൂലാന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു മീനായതുകൊണ്ട് എടുത്തോന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിള്ളേരെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, മീനൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.